ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട നമ്മളുടെ സമ്പദ് വ്യവസ്ഥയുടെ ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും മറ്റു പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെയും നമുക്കറിയാം അവിടെ എല്ലാം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്ന് നമ്മൾ വിളിക്കുന്ന, അതായത് ഇന്ത്യയിൽ നമ്മൾ RBI, ഇപ്പം അമേരിക്കയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഫെഡറൽ റിസർവ് സിസ്റ്റം, ബാങ്ക് ഓഫ് ജപ്പാൻ, പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന, അത് ചൈനയിൽ, പിന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലാണെങ്കിൽ തന്നെയും എല്ലാ രാജ്യത്തും ഒരു സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് അതാണ് അതിൻ്റെ ഈ അപ്പെക്സ് ബാങ്ക്. അതെന്ന് വെച്ചാൽ ആ രാജ്യത്തെ മൊത്തം ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മൊത്തവും കൺട്രോൾ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ബോഡിയാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. സാധാരണ ജനങ്ങൾക്ക് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന ഒരു ബാങ്ക് ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ ബാങ്കിങ് ചെയ്യുന്ന പോലെ നമുക്ക് RBI ആയിട്ട്, സോറി, ആ രാജ്യത്ത് സെൻട്രൽ ബാങ്കുമായിട്ട് ജനങ്ങൾക്ക് നേരിട്ട് എന്താണ് ബാങ്കിങ് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്നുവെച്ചാൽ നമുക്ക് അവിടെ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് വിഡ്രോ ചെയ്യാനോ നമുക്ക് അവിടെ പോയിട്ട് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനോ മറ്റ് പിന്നെ ഒരു രീതിയിലുള്ള ബാങ്കിങ് ട്രാൻസാക്ഷനും വ്യക്തികൾക്ക്, പൗരന്മാർക്ക്, പൗരന്മാർക്കെന്നല്ല വ്യക്തികൾക്ക് അവിടെ പോയിട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. എവിടെ? സെൻട്രൽ ബാങ്കിൽ. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു അപെക്സ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ പറഞ്ഞ ഏതൊരു രാജ്യത്തെയും അവരുടെ ടോട്ടൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറിനെ അല്ലെങ്കിൽ ബാങ്കിങ് ഫിനാൻഷ്യൽ മേഖലയെ ഈ പറഞ്ഞ പോലെ തന്നെ കൺട്രോൾ ചെയ്യാനും പിന്നെ റെഗുലേറ്റ് ചെയ്യാനും, കൺട്രോൾ ചെയ്യുക, റെഗുലേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, അതുപോലെ തന്നെ മാനേജ് ചെയ്യുക. അപ്പം ഈ ഒരു ഫങ്ഷനൊക്കെ നിർവഹിക്കുന്ന ഏറ്റവും സുപ്രീമായിട്ടുള്ള ഒരു ഓട്ടോണമസ് ആണെന്നൊക്കെയാണ് നമ്മൾ പൊതുവേ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചിരിക്കുന്ന. ഓട്ടോണമസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ സ്വയംഭരണമുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഏത്? എല്ലാ രാജ്യത്തെയും സെൻട്രൽ ബാങ്ക്. അപ്പോൾ ആ സെൻട്രൽ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ എന്താണ് പറയുന്നത്, ഒരു ടാസ്ക് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കറൻസി പ്രിന്റ് ചെയ്യുക, കറൻസി പിന്നെ സർക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുക. സപ്ലൈ മീൻസ് പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ രാജ്യത്തെയും പിന്നെ സെൻട്രൽ ബാങ്കുകൾ. കേന്ദ്ര ബാങ്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക്. അപ്പം അങ്ങനെ പിന്നെ ഉള്ള ബാങ്കിങ് സംവിധാനം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് ആയിട്ടുള്ളതാണ് കറൻസി പ്രിന്റ് ചെയ്യുക എന്ന് വെച്ചാൽ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ അവർ റെപ്രസെന്റ് ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ RBI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഫെഡറൽ റിസർവ് സിസ്റ്റം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇംഗ്ലീഷ്, ബ്രിട്ടീഷ് ഇക്കോണമിയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാങ്ക് ഏത് രാജ്യത്തെ ബാങ്കായാലും ആ സമ്പദ് വ്യവസ്ഥ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർ റെപ്രസെന്റ് ചെയ്യുന്ന സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള കറൻസിയെ റെഗുലേറ്റ് ചെയ്യുക, പ്രിന്റ് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഇപ്പം നമുക്കറിയാം ഇവിടെ ഡിമോണിറ്റൈസേഷൻ വന്നു. അപ്പം എക്കോണമിയിലുള്ള കറൻസിയെ വിഡ്രോ ചെയ്യുക, ഡിമോണിറ്റൈസ് ചെയ്യുക അല്ലെങ്കിൽ മോണിറ്റൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ എല്ലാ രാജ്യത്തും ആർക്കും ഒരുപക്ഷെ പൊതുജനങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമായിരിക്കും. നമുക്ക് നമ്മുടെ മറ്റെല്ലാ സംവിധാനങ്ങളെക്കാളും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ് സെൻട്രൽ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക് അതാർക്കും അറിയാൻ വയ്യാത്തതാണ്. കാരണം പൊതുവെ അറിയാൻ വയ്യാത്തതിൻ്റെ കാരണം അതിനെക്കുറിച്ച് പൊതുവെ ആരും കേൾക്കാറില്ല, ഒന്നും ചർച്ച ചെയ്യപ്പെടാറില്ല. അവരെന്താണ് ചെയ്യുന്നത്? ഒട്ടുമിക്ക അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലുമേ അറിയത്തുള്ളൂ ഇങ്ങനൊരു സംവിധാനം ഉണ്ടെന്ന് പോലും മനസ്സിലാവും. അല്ല സാധാരണക്കാർക്ക് ഒരുപക്ഷെ ഒരു RBI എന്ന് കേട്ടുണ്ടായിരിക്കാം, പക്ഷെ എന്താണ് അവർ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ എന്താണെന്നോ അല്ലെങ്കിൽ ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും സെൻട്രൽ ബാങ്ക് ഉണ്ട് എന്നുള്ളൊരു അറിവോ ഒന്നും ആർക്കും തന്നെ ഉണ്ടാകണം നിർബന്ധമില്ല. ഓക്കെ, അതൊരു പിന്നെ എന്താണ് പറയുന്നത്, അതിനെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആണല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാങ്കിങ് സംവിധാനത്തിൻ്റെ ഈ ഇമ്പോർട്ടൻസ് അത്രയ്ക്ക് വളരെ വലുതാണ് എല്ലാ സമ്പദ് വ്യവസ്ഥയിലും അല്ലെങ്കിൽ എല്ലാ രാജ്യത്തും. കാരണം അതിൻ്റെ സക്സസും ഫെയിലുറുമാണ് എല്ലാ രാജ്യത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയെ നമുക്ക് ഏത് രീതിയിൽ ആണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഏറ്റവും തകർന്നടിഞ്ഞൊരു സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷനും അല്ലെങ്കിൽ അവർക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഫംഗ്ഷനും അതേ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും. ഓക്കെ, അത് മറ്റൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ RBIയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച്, RBI നമ്മുടെ സെൻട്രൽ ബാങ്ക്, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്, അവരുടെ ഡിസംബർ 19 വരെയുള്ള ഡിസംബർ 26-ന് പബ്ലിഷ് ചെയ്ത നമ്മുടെ ഡിസംബർ 19 വരെ നമ്മുടെ രാജ്യത്തുള്ള കറൻസിയുടെ സർക്കുലേഷനെ കുറിച്ചുള്ളൊരു റിപ്പോർട്ടാണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഞാൻ പറയാം,
ഒരു പൗരനെ സംബന്ധിച്ച് നമ്മൾ ഇതുപോലുള്ള ഇൻഫർമേഷൻ നമുക്ക് വളരെ അത്യാവശ്യമാണ് അറിഞ്ഞിരിക്കുക. കാരണം ഇത് പൊതുവേ നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങൾ നമുക്കിത് ഇതുപോലുള്ള വാർത്തകൾ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഏത് നമ്മളിപ്പോൾ ഏത് പത്രം വായിച്ചാലും ഏത് പിന്നെ ടി വി ചാനൽ ന്യൂസ് ചാനൽ നമ്മൾ കണ്ടു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇതുപോലുള്ള റിപ്പോർട്ടുകൾ ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതുപോലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ സോഴ്സിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ RBIയുടെ വെബ്സൈറ്റാണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെയാണ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. പക്ഷേ ഇതൊക്കെ പൗരന്മാരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പൗരന്മാർ മീൻസ് എഡ്യൂക്കേറ്റഡ്, എസ്പെഷ്യലി എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ച് നമുക്കറിയാം. ഇപ്പം പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ആർക്കും വലിയ കൃത്യമായിട്ടുള്ള രൂപരേഖയൊന്നുമില്ല. കാരണം ഇതൊന്നും പൊതു മുഖ്യധാര മാധ്യമങ്ങളിലൊന്നും ഇതൊന്നും അച്ചടിച്ച് വരികയോ അല്ലെങ്കിൽ TV ചാനലിലൊന്നും ഇതൊന്നും തീർച്ചയായിട്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമാണ് ന്യൂസ് അവറിലോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ഇക്കോണമി അല്ലെങ്കിൽ ഫൈനാൻസ് ന്യൂസ് അവറിലൊന്നും ഇതൊന്നും ഒരിക്കലും തീർച്ചയായിട്ടും ചർച്ചാ വിഷയമാകുന്നില്ല എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമ്മൾ അതാണ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിഷയം. കാരണം പൗരന്മാർ അറിയേണ്ട ഒരു കാര്യങ്ങളും തീർച്ചയായിട്ടും അവരെ അറിയിക്കുന്നില്ല എന്നുള്ളൊരു വലിയൊരു വിഷയമുണ്ട്. അപ്പം അങ്ങനെയൊരു ഗ്യാപ്പ് നമ്മുടെ രാജ്യത്തുണ്ട്, ഒരുപക്ഷെ എല്ലാ രാജ്യത്തും ഉണ്ടായിരിക്കാം. കാരണം നമുക്ക് അറിയേണ്ടാത്ത കാര്യങ്ങളും വളരെ എന്താണ് വർത്തിയല്ലാത്ത വിഷയങ്ങളാണല്ലോ നിത്യ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതുപോലുള്ള മുഖ്യധാര മാധ്യമങ്ങൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ അവർ അതിൻ്റെ പേരിലായിരിക്കില്ല അവർ കൂടുതൽ ബഹളങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്ററാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് നമ്മൾ അത്യാവശ്യം എല്ലാ പൗരന്മാർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻഫോംഡ് ആകുക എന്നുള്ളത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, അങ്ങനെ ഒരു ഇൻറ്റൻഷൻ്റെ ബേസിലാണ് ഞാനിപ്പോൾ ഈ ടോപ്പിക് ഇവിടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് 2025 ഡിസംബർ 19 വരെയുള്ള നമ്മളുടെ കറൻസി സർക്കുലേഷൻ്റെ ഒരു RBIയുടെ വെബ്സൈറ്റിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ശരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ബാങ്ക് നോട്ട്സിൻ്റെ സർക്കുലേഷൻ കാണാം. പിന്നെ ഈ റുപ്പി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റുപ്പിയുടെ സർക്കുലേഷൻ ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നുള്ള കോയിൻസിൻ്റെ സർക്കുലേഷനാണ്. ഇപ്പോൾ ബാങ്ക് നോട്ട്സും കോയിൻസുമാണ് നമുക്ക് പ്രത്യേകിച്ച് നിന്ന് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഡിനോമിനേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 2ഉം 5ഉം ഉണ്ട്. പിന്നെ 10, 20, 50 എന്ന് വെച്ചാൽ രൂപയാണ്. 10 രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ, 200, 500, 2000. ഇപ്പം നമുക്ക് 2000 പൊതുവെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. 500 ഉണ്ട്, 200 ഉണ്ട്, 100 ഉണ്ട്, 50 ഉണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട്. 5ഉം വളരെ റയറായിട്ട് കാണാം, 2 നമുക്ക് ഒട്ടുമേ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഡിനോമിനേഷനാണ് എന്ന് വെച്ചാൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള RBI പൂർണ്ണമായിട്ടും ബാൻ ചെയ്യാത്ത. ഇപ്പോൾ 2000 നോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ 2000 നോട്ട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇവിടെ ആ റിപ്പോർട്ടിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 285 ലക്ഷം പീസസ് ഈ ബാങ്ക് നോട്ട്സ് ഇൻ സർക്കുലേഷൻ. വോളിയംസ് നമ്മൾ നോക്കിയാൽ പീസസ് ഇൻ ലാക്സ് ആണ്, ലക്ഷത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ല, ഇത് 285 എണ്ണമല്ല, 285 ലക്ഷമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 2ൻ്റെ 5ൻ്റെയും നമ്മൾ നോക്കുമ്പോൾ 1,10,248 ലക്ഷം. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10, 20, 50, 100, 200, 500. അതിനകത്തിൽ ഏറ്റവും നമുക്കറിയാം ഏറ്റവും കൂടുതൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് 500 നോട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ നമുക്കറിയാൻ പറ്റും 6,65,177 ലക്ഷം പീസസ് നമുക്ക് 500ൻ്റെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ കയ്യിലുള്ളതാണ്, മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് 500ൻ്റെ നോട്ടിൻ്റെ സർക്കുലേഷനാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിൻ്റെ വാല്യൂ കോടിയിൽ 33,25,886 കോടി രൂപയുടെ വാല്യൂ ഉണ്ട്. ഈ 6,65,177 ലക്ഷം എന്ന് പറയുന്നത് അത് കോടിയിൽ വരുമ്പം മറ്റൊരു അതിൻ്റെ കൺവേർഷൻ വരും. അല്ല, ഇന്ത്യയിൽ ഒട്ടാകെ 6,65,177 500ൻ്റെ. കാരണം നമുക്ക് അറിയാമല്ലോ, തീർച്ചയായിട്ടും അങ്ങനെയല്ലല്ലോ. 6,65,177 ലക്ഷമാണ് പീസസ് എന്ന് വെച്ചാൽ അത്രയും വോളിയം ഉണ്ട്. അതിൻ്റെ വാല്യൂ ആണ് 33,25,886 കോടി രൂപയുടെ 500ൻ്റെ നോട്ട് സർക്കുലേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ നോട്ടിൻ്റെ സർക്കുലേഷനാണ് പറഞ്ഞിരിക്കുന്നത്. 10, 20, 50, 100, 200, 500, 2000. 2000ൻ്റെ ഇപ്പോൾ ഏറ്റവും കുറവാണ്, കാരണം അത് സർക്കുലേറ്റ് ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ 500ഉം പിന്നെ അതിന് ശേഷമുള്ള 100ഉമാണ്, നമുക്കതറിയാവുന്നതാണ്. 100ൻ്റെ ആണ് 500 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടും. നമ്മുടെ എല്ലാം കൈകളിൽ കൂടെ കടന്നു പോകുന്ന 500ഉം 100ഉമാണ് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ. 200ൻ്റെ അത്രയല്ല, കാരണം 100ൻ്റെ അത്രയും പോലും 200ൻ്റെ ഇല്ലെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ ഡാറ്റയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ബാങ്ക് നോട്ട്സിൻ്റെ സർക്കുലേഷൻ്റെ ഒരു
എന്താണ് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് ഡിസംബർ 19 വരെയുള്ള കണക്കാണ്. മൊത്തം വോളിയം 16,21,777 ഇത്രയും പ്ലസ് ലക്ഷമാണ്, മനസ്സിലല്ല. എന്നുവെച്ചാൽ ഇതിൻ്റെ എല്ലാം കൂടെ സം ടോട്ടലാണ്. സോറി, ഈ പറഞ്ഞ 2, 5 ഡിനോമിനേഷൻ 10, 20, 50, 100, 200, 500, 2000 ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ വോളിയമാണ് 16,21,777 അതിൻ്റെ വാല്യൂ ആണ് 38,75,884 കോടി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബാങ്ക് നോട്ടിൻ്റെ സർക്കുലേഷൻ്റെ ഏകദേശം ഒരു രൂപരേഖ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകൂടെ പറയാം, 500-ൻ്റെയാണ് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യുന്നത്, പിന്നെ 100-ൻ്റെയാണ് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന കറൻസി ഇന്ത്യൻ എക്കോണമിയിൽ, മനസ്സിലായല്ലോ. അതിനുശേഷം വരുന്നത് എത്രയാണ്? ഈ 500-ൻ്റെ 6 ലക്ഷത്തിന് മേളിലും 100-ൻ്റെ 2 ലക്ഷത്തിന് മേളിൽ, പിന്നെ വരുന്നത് 10-ൻ്റെയാണ് 2,66,039 ലക്ഷമാണ്. ബാക്കിയുള്ള നോട്ടുകളൊക്കെ അതിന് താഴെ എത്തുള്ളൂ. നമുക്കത് അറിയാവുന്നതാണ്, കാരണം കൂടുതൽ നമുക്ക് 500, പിന്നെ 100, പിന്നെ 10 ഇതൊക്കെ തന്നെ മിക്കവാറും എല്ലാ കൈകളിൽ കൂടി നമുക്ക് കൈമാറ്റം. നമ്മളെ തന്നെ ലൈഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്താൽ മതി, നമ്മൾ ഏറ്റവും കൂടുതൽ നോട്ട് ഏതാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത്. അടുത്തത് ഈ റുപ്പിയുടെയാണ്. ഈ റുപ്പിയുടെ ഞാൻ തൽക്കാലം പറഞ്ഞില്ല, കാരണം നമുക്ക് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ പിന്നെ വരുന്ന കോയിൻസിൻ്റെയാണ്. കോയിൻസും നമുക്കറിയാം, 1 രൂപയുടെ കോയിനുണ്ട്, 2 രൂപയുടെ ഉണ്ട്, ഡിനോമിനേഷൻ ആണ്. 5 രൂപയുടെ കോയിനുണ്ട്, 10 രൂപയുടെ ഉണ്ട്, 20 രൂപയുടെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോയിൻ ആണ്. അപ്പോൾ ഇത്രയാണ് ഇത് നമ്മുടെ ലീഗലായിട്ടുള്ള ഡിനോമിനേഷൻസ്. അതിലേറ്റവും കൂടുതൽ ഇപ്പം നമുക്കറിയാം, ഓരോ ഡിനോമിനേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതും ലക്ഷത്തിലാണ് വോളിയം. സ്മോൾ കോയിൻസ് എന്ന് പറഞ്ഞാൽ ഒന്നിന് താഴെയുള്ള 50 പൈസ 25 പൈസ ഒക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് സ്മോൾ കോയിൻസ് ആദ്യത്തെ. അപ്പം അതിൻ്റെ ഏകദേശം 1,47,880 ലക്ഷമുണ്ട്. പിന്നെ വരുന്ന 1 രൂപ കോയിൻ്റെ 5,47,256 ലക്ഷം. അതാണ് ഏറ്റവും കൂടുതൽ. നമുക്കറിയാം, 1-ൻ്റെ കോയിനാണ് ഏറ്റവും കൂടുതൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്, പിന്നെ 2-ൻ്റെയാണ് 3,72,562 ലക്ഷം. പിന്നെ വരുന്നത് 5 രൂപയുടെ കോയിനാണ് 2,27,507. പിന്നെ 10-ൻ്റെ 20-ൻ്റെ 20 രൂപ കോയിൻ അത്ര വലിയ പോപ്പുലറൈസ് ആയിട്ടില്ല നമ്മുടെ എക്കോണമിയിൽ, അത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വോളിയം കുറവാണ്, 25,304 ലക്ഷമേ ഉള്ളൂ. ഇനി അതിൻ്റെ വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്മോൾ കോയിൻസ്, അതായത് ഒന്നിന് താഴെയുള്ള 50, 25 പൈസയുടെ ഒക്കെ കോയിൻ എല്ലാം കൂടെ 700 കോടി രൂപ മാത്രമേ വരുന്നുള്ളൂ. 1 രൂപയുടെ കോയിൻ്റെ വാല്യൂ വോളിയം കൂടുതലാണെങ്കിലും പിന്നെ വാല്യൂ 5,473 കോടി രൂപയുള്ളൂ. ഇവിടെ നമുക്ക് 5,4,7,256 അപ്പോൾ ഇത്രയും കോടി രൂപ 5,473 കോടി രൂപയുടെ വാല്യൂ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ 5,47,256 ലക്ഷം എന്ന് പറയുമ്പോൾ 5,473 കോടി രൂപയുള്ള നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ 2 രൂപയുടെ കോയിന് 3,72,000, അത് 7,451. പിന്നെ 5 രൂപയുടെ കോയിൻ്റെ വോളിയം ഇത്ര നമ്മൾ പറഞ്ഞു, അതിൻ്റെ വാല്യൂ 11,375 കോടി. പിന്നെ വരുന്നത് 10 രൂപയുടെ, അത് നമുക്ക് ഇതിനകത്ത് തന്നെ 96,752 ലക്ഷം എന്ന് പറയുമ്പം 9,675 കോടി. പിന്നെ വരുന്നത് 20 രൂപയുടെ 25,304 ലക്ഷം, അത് 5,061 കോടി രൂപയുടെ വാല്യൂ വേണ്ടത് അതിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കോയിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മൾ കറൻസിയുടെ നമ്മൾ പറഞ്ഞപ്പം ടോട്ടൽ നമ്മൾ പറഞ്ഞു മൊത്തം 16,21,777 ലക്ഷം വോളിയമുണ്ട്. അതിൻ്റെ വാല്യൂ 38,75,854 കോടിയാണെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ കോയിൻ്റെ സർക്കുലേഷൻ ടോട്ടൽ വോളിയം 14,17,261 ലക്ഷവും അതിൻ്റെ വാല്യൂ 39,735 കോടിയാണ്. അതായത് ഇന്ത്യയിലെ മൊത്തവും 39,735 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള കറൻസി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 38,75,884 കോടിക്ക് തുല്യമായിട്ടുള്ള കറൻസിയും ബാങ്ക് നോട്ടും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഏറ്റവും RBIയുടെ
ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഡിസംബർ 19 വരെയുള്ള ഇന്ത്യയിലെ കറൻസി ഇൻ സർക്കുലേഷൻ അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യുന്ന കറൻസിയെ കുറിച്ചുള്ള കറൻസി എന്ന് പറയുമ്പോൾ ഈ മൂന്നെണ്ണം വരും. ബാങ്ക് നോട്ട് വരും, ഈ റുപ്പി വരും. ഈ റുപ്പിയൊക്കെ നമുക്കറിയാം ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയാണ്. ഡിജിറ്റൽ റുപ്പിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലായിട്ട് ഡിജിറ്റൽ റുപ്പി ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ CBDC എന്ന് പറയും. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്നതാണ്. അത് ഡിജിറ്റൽ ഫോമിലുള്ള കറൻസിയാണത്. അപ്പം അത് സാറിന് അതിൻ്റെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, അതിന് വലിയ പിന്നെ എന്താണ് പറയുന്നത്, വലിയൊരു റെപ്രസെൻറ്റേഷൻ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. വളരെ കുറച്ചേ ഉള്ളൂ. ഡിനോമിനേഷൻ തന്നെ പലതാണ്. 0.5, 1, 2, 5, 10, 20. പക്ഷേ അതിൻ്റെയൊക്കെ വോളിയം 1ലാണ് ഏറ്റവും കൂടുതൽ. ബാക്കിയൊന്നും തന്നെ വോളിയം തന്നെ ഇല്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും കമ്പാരിറ്റീവ്ലി മറ്റ് രണ്ട് ബാങ്ക് നോട്ട്സിനെ കോയിനെ അപേക്ഷിച്ച് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ വളരെ കുറവാണ്. ബാങ്ക് നോട്ട്സും അതായത് കറൻസി നമ്മൾ പറയുന്ന നോട്ട്, നമ്മുടെ നോട്ടുകളും അതുപോലെ തന്നെ കോയിനുകളുമാണ് ഏറ്റവും കൂടുതൽ കറൻസിയിൽ പിന്നെ എന്താ പറയുന്നത് കൂടുതൽ റെപ്രസെൻറ്റേഷൻ ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ പ്രാതിനിധ്യമുള്ളത്. ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഈ നമ്മുടെ കറൻസി സർക്കുലേഷനെ കുറിച്ച് നമ്മുടെ RBI പുറത്ത് വിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഡിസംബർ 19 വരെയുള്ള നമ്മുടെ പിന്നെ കറൻസിയെ കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള രൂപരേഖ അല്ലെങ്കിൽ വിവരണം. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ മനസ്സിലാക്കിയാൽ നല്ലത്. നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഏതൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇൻഫോംഡ് ആണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും അല്ലേ? കാരണം നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കൺട്രോളൊന്നുമില്ല. ആർക്ക്, പൗരന്മാർക്കോ മറ്റാർക്കോ ഇതിനകത്ത് കൺട്രോളില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ആർക്കും കൺട്രോളില്ല. കാരണം ഇതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള അധികാരം RBI സെൻട്രൽ ബാങ്കിനും കേന്ദ്ര ഗവൺമെന്റിനും ഒക്കെയാണ്. കാരണം അവരാണ് തീരുമാനിക്കുന്നത് എത്ര നോട്ട് പ്രിന്റ് ചെയ്യണം, എത്ര നോട്ട് സർക്കുലേറ്റ് ചെയ്യണം, ഇല്ല എത്ര നോട്ട് എക്കോണമിയിൽ നിന്ന് തിരിച്ച് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് എത്തിക്കണം എന്നൊക്കെയുള്ളത് അവരുടെ തീരുമാനങ്ങളാണ്. അവർക്കാണ് അതിന്റെ പവർ. നമ്മളെപ്പോലുള്ള പൗരന്മാർക്ക് ഇതിനകത്തിലൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ഇതിനകത്ത് തന്നെയും പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഗവൺമെന്റുമായിട്ടും ഭരണകൂടമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും നമ്മളെപ്പോലുള്ള പൗരന്മാർക്ക് സാധാരണക്കാർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ബിക്കോസ് നമ്മളെല്ലാം അത്ര ഡിസിഷൻ മേക്കേഴ്സും ഡിസിഷൻ ടേക്കേഴ്സും. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുക, കാരണം ഇൻഫോംഡ് ആകുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണല്ലോ. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും തീർച്ചയായിട്ടും ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് നീഡഡ്, അത് ആവശ്യമായി വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള അവസരം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതുപോലുള്ള സമാനമായിട്ടുള്ള അല്ലെങ്കിൽ ഇതുമായിട്ട് ഇത്തരം നമ്മുടെ എക്കോണമി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ല ടോപ്പിക്സ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.